ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മുരുക ദർശനം തരുന്ന ഒരു അത്ഭുത തിരുപ്പുകഴിനെ കുറിച്ചാണ്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ തിരുപ്പുകഴിനെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ പേർ ചോദിക്കുന്നുണ്ട്. കമൻറ്റുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഏത് തിരുപ്പുകഴാണ് ചൊല്ലേണ്ടത്, ജോലി ലഭിക്കുവാൻ, വീട് സ്വന്തമായിട്ട് കെട്ടുവാൻ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും തിരുപ്പുകഴുകളുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നവരും പൂജകൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ കീർത്തനങ്ങൾ ചൊല്ലുന്നവരും എല്ലാമാണ്. എങ്കിലും ഈ തിരുപ്പുകഴിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചിലർക്ക് സംശയമുണ്ടാകും. തിരുപ്പുകഴിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ്. അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നുണ്ട്, തിരുപ്പുകഴ് ചൊല്ലിയാൽ മരണം ഉണ്ടാകില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, അപ്പോൾ തിരുപ്പുകഴ് ജപിച്ചാൽ മരണം ഉണ്ടാകില്ലേ? അങ്ങനെയാണെങ്കിൽ അരുണഗിരിനാഥർ സ്വാമികൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നെല്ലാം നമുക്ക് സംശയമുണ്ടാകും. അതല്ല, മരണം ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്നാൽ, നമുക്ക് മറുപിറവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മരണം ഉണ്ടാവുകയുള്ളൂ. ഈ തിരുപ്പുകൾ നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിറവി ഇതോടുകൂടി അവസാനിക്കും. ഈ പിറവി എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. ആ കടലിൽ പെട്ട് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, ഈ കർമ്മ പാപ ഫലമായിട്ട് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പിറവിക്കടലിൽ നിന്നും മോചനം നേടുവാൻ സഹായിക്കുന്ന ഒന്നാണ് മുരുക ഭഗവാന്റെ തിരുപ്പുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏത് തിരുപ്പുകൾ നിങ്ങൾ ചൊല്ലണമെന്നൊന്നുമില്ല. ഏത് തിരുപ്പുകളാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ വേലവൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. കൂടാതെ പലരും ഒരു വിഷമം പറയുന്നുണ്ട്. എന്താണെന്നാൽ, ഞാൻ കുറേ കാലങ്ങളായി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, മന്ത്രങ്ങൾ ചെയ്യുന്നു, പക്ഷേ എനിക്ക് ഭഗവാൻ ഒരു അനുഗ്രഹവും തരുന്നില്ല. ഞാൻ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എന്തു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു കാര്യം കൂടി പറയാം. അതായത്, നമ്മളെല്ലാവരും ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ സാധാരണമായ മനുഷ്യന്മാരാണ്. ചിലർ ആദ്യം ശിവഭഗവാനെ പ്രാർത്ഥിക്കും, പിന്നീട് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കും, പിന്നീട് നാരായണ സ്വാമിയെ പ്രാർത്ഥിക്കും. മറ്റു ചിലരാകട്ടെ ഇത് നേരെ തിരിച്ചായിരിക്കും. പക്ഷേ ഏത് ദൈവങ്ങളെ തൊഴുതുകയാണെങ്കിലും അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയിൽ തന്നെയാണ് വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ നമ്മൾ എപ്പോൾ പഠിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് ഭക്തി എന്നുള്ള ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്നത്. അതല്ലാതെ നമ്മൾ ഈ പൂജകൾ ചെയ്താൽ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും, ഈ വഴിപാട് ചെയ്താൽ എൻ്റെ പ്രാർത്ഥന നിറവേറിക്കിട്ടും എന്നുള്ള ആ ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ പൂജകൾ ചെയ്യുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. പക്ഷെ അതല്ല ശരിയായ ഭക്തി. ശരിയായ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ മുരുകനെ എപ്പോൾ കാണുന്നുവോ അവിടെയാണ് നമ്മുടെ ഭക്തി പൂർണ്ണമാകുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് എന്തിനെയാണോ തേടുന്നത് ആ സമയത്ത് മാത്രമേ നമുക്കത് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുരുകനെ തേടുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മുരുക ഭഗവാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മുരുക ഭഗവാനെ കാണുക എന്ന് പറയുമ്പോൾ നേരിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്. ദീപനാളത്തിലൂടെയോ സ്വപ്ന ദർശനത്തിലൂടെയോ നമുക്ക് നമ്മുടെ കൺമുന്നിൽ വന്ന് മുരുക ഭഗവാൻ അനുഗ്രഹം തരുന്നതായിരിക്കും. ഒരിക്കൽ അരുണഗിരിനാഥർ സ്വാമികൾ ചിദംബരം നടരാജ ക്ഷേത്ര ദർശനത്തിനായിട്ട് അവിടേക്ക് പോയിരുന്നു. അവിടെ പോയി ദർശനം ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ നിൽക്കുന്ന ജനങ്ങളോട്, വേഗം വരൂ, എൻ്റെ ഗുരുനാഥൻ നിൽക്കുന്നു, വേഗം വരൂ, എൻ്റെ ഗുരുനാഥൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ അരുണഗിരിനാഥർ സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ട് അവിടെ അനുഗ്രഹം കൊടുത്തത് വേറെ ആരും തന്നെയല്ല, നടരാജ ക്ഷേത്ര സന്നിധിയിൽ മുരുക ഭഗവാനാണ് അരുണഗിരിനാഥർ സ്വാമികൾക്ക് ദർശനം കൊടുത്തത്. അതായത് ശിവനും മുരുകനും വേറെ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നടരാജ ക്ഷേത്ര ദർശനം നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ടാകും. ചിദംബരം നടരാജ ക്ഷേത്ര ദർശനം ക്ഷേത്രങ്ങളിലെ ഏറ്റവും ഉയർന്ന ക്ഷേത്രം എന്നാണ് നടരാജ ക്ഷേത്രത്തിനെ പറയുന്നത്. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ ഉണ്ടെങ്കിലും കൂടി ശിവഭക്തന്മാർ വിശ്വസിക്കുന്ന ഒന്നാണ് തില്ലൈ നടരാജ ക്ഷേത്രത്തിലാണ് ശിവഭഗവാൻ ഉള്ളത് എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും അവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ പെരുമാൾ സ്വാമിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ
തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിലാണ് നമ്മുടെ എംപെരുമാൻ നാരായണസ്വാമി ഉള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുരുക ഭഗവാൻ എന്ന് പറയുമ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി ഉള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 ക്ഷേത്രങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ നടരാജ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയാൽ അവിടെ ആരെയാണ് കാണേണ്ടത്? നടരാജ ഭഗവാനെ തന്നെയാണ് കാണേണ്ടത്. നടരാജർ സ്വാമികൾ എന്ന് പറയുമ്പോൾ അതാരാണ്? സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ്. ദർശിക്കും തോറും മുക്തി നേടുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നതാണ് ചിദംബര ക്ഷേത്രം. അതായത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് നമ്മളെ ഭഗവാൻ നോക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചിദംബരമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ഭഗവാൻ നൃത്തരൂപേണയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അതേ അച്ഛൻ്റെ നൃത്തരൂപേണ തന്നെയാണ് അരുണഗിരിനാഥർ സ്വാമികൾക്ക് സുബ്രഹ്മണ്യ സ്വാമി ദർശനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിദംബരം തിരുപ്പുകളിൽ അരുണഗിരിനാഥർ സ്വാമികൾ ഈ വരികൾ പറയുന്നത്: കനകസഭമേവു മെനതു ഗുരുനാഥ കരുണൈ മുരുകേശ പെരുമാൾ കാൺ എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? നടരാജ ക്ഷേത്രത്തിലെ കനകസഭയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ആരാണ്? എൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതിനെ മുരുകേശൻ എന്ന് പറയുന്നു. മുരുകൻ എന്നത് വേറെ, ഈശൻ എന്നുള്ളത് വേറെ. മുരുകൻ, ഈശൻ രണ്ടും ചേരുമ്പോൾ ഈശൻ ആരാണ്? ശിവഭഗവാൻ. മുരുക ഭഗവാനും ഈശ്വരം ചേരുന്ന സമയത്ത് മുരുകേശൻ എന്നാകുന്നു. മുരുകൻ വേറല്ല, ശിവഭഗവാൻ വേറെയല്ല എന്നാണ് ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളോട് എടുത്തു പറയുന്നത്. മുരുക ഭഗവാനെ കനകസഭയിൽ വെച്ചു കണ്ടു എന്ന് മാത്രമല്ല, മുരുക ഭഗവാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മളിലേക്ക് എടുത്തു പറയുവാൻ വേണ്ടി ഓരോ കാര്യങ്ങളും അരുണഗിരിനാഥ സ്വാമികൾ വർണ്ണിക്കുന്നുണ്ട്. അതിൽ രണ്ടാമതായിട്ട് വരുന്നത് കനകനിറ വേദൻ അഭയമിടമോത് കരകമല ജ്യോതി പെരുമാൾക്കാൺ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് കൂടി കാണാം. ഞാൻ അവസാനം ഇതിൻ്റെ മുഴുവൻ വരികളും മലയാളത്തിൽ കൊടുക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കനകനിറ വേദം അഭയമിടമോത് കരകമല ജ്യോതി പെരുമാൾക്കാൺ. കനക നിറം, മുരുക ഭഗവാന്റെ കൈ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? കനക നിറത്തിലാണ് ഉണ്ടായിരുന്നത്. കനകം എന്ന് പറയുമ്പോൾ സ്വർണം. സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു മുരുക ഭഗവാന്റെ കരങ്ങൾ. അതെങ്ങനെയാണ് പറയുന്നത്? മുരുക ഭഗവാന്റെ കൈകൾ എങ്ങനെയുണ്ടായിരുന്നു എന്നാൽ സ്വർണ്ണ നിറത്തിലായിരുന്നു. എങ്ങനെ സ്വർണ്ണ നിറത്തിലായിരുന്നു? നമ്മുടെ ബ്രഹ്മദേവൻ വേദത്തിൻ്റെ പൊരുൾ അറിയില്ല എന്ന് പറഞ്ഞ് അഭയമിടമോത്, ഞാൻ അഭയം, മുരുക നിങ്ങൾ തന്നെയാണ് അഭയം, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് 2 കൈകളും കൂപ്പി മുരുക ഭഗവാന്റെ താഴെ നിൽക്കുന്ന സമയത്ത് മുരുക ഭഗവാൻ കുഞ്ഞു കയ്യും കൊണ്ട് ബ്രഹ്മദേവന്റെ തലയിൽ കൊട്ടുന്ന സമയത്ത് മുരുക ഭഗവാന്റെ കരങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ നിറത്തിൽ ആണ് ഞാൻ ഇപ്പോൾ മുരുക ഭഗവാന്റെ കരങ്ങളെ ജ്യോതി രൂപത്തിൽ കണ്ടത് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നുണ്ട്. ഇതിൽ ഒരു സംശയമുണ്ടാകും, ജ്യോതി രൂപത്തിൽ എന്നിവിടെ എടുത്തു പറയുവാനുള്ള കാരണം എന്തെന്നാൽ അവിടെ ഉള്ളത് നടരാജസ്വാമികളാണ്. നടരാജസ്വാമികളുടെ കൈകളും മുരുക ഭഗവാന്റെ കൈകളും ഏകദേശം ഒരേ രൂപത്തിൽ അഭയഹസ്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അരുണഗിരിനാഥർ സ്വാമികൾ ഈ മുരുക ഭഗവാനാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയരുത്, അല്ല അത് മുരുക ഭഗവാനല്ല ശിവഭഗവാനാണ് അല്ലെങ്കിൽ നടരാജസ്വാമിയാണ് എന്ന് പറയരുതല്ലോ എന്ന് പറഞ്ഞാണ് ജ്യോതി സ്വരൂപനായി കണ്ടു എന്ന് പറയുന്നത്. ഈ ജ്യോതി സ്വരൂപത്തെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെയെല്ലാമോ വെച്ച് എനിക്ക് മുരുക ഭഗവാൻ അനുഗ്രഹം തരുമ്പോൾ ഈ ചുവന്നു തുടുത്ത കരങ്ങളോടുകൂടിയുള്ള ജ്യോതി സ്വരൂപനായിട്ടാണ് എനിക്ക് മുരുക ഭഗവാനെ കാണുവാൻ സാധിച്ചത്. ഒരു ദീപത്തിൻ്റെ ജ്യോതി ഏത് രൂപേണയാണ് ഉണ്ടാകുന്നത്? വേലിൻ്റെ രൂപേണയാണ്. നമ്മുടെ കൈകൾ നമ്മൾ വെച്ച് നോക്കിയാലും അതും ഒരു വേൽ രൂപേണയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കരങ്ങളെ ഞാൻ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് അത് മുരുക ഭഗവാന്റെ കരങ്ങളാണ് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ വീണ്ടും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. വിനവു മടിയാറെ മറുവി വിളയാടു വിറകുറസ മോക പെരുമാൾക്കാൺ. ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുകയാണ്, എനിക്ക് മാത്രമല്ല മുരുക ഭഗവാൻ അനുഗ്രഹം തരുന്നത്, എല്ലാവർക്കും മുരുക ഭഗവാൻ അനുഗ്രഹം തരും. എങ്ങനെ? തേടണം. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ. പുറത്ത് തേടിയാൽ മുരുക ഭഗവാനെ കാണാൻ സാധിക്കുമോ? അല്ല ദൈവങ്ങളെ കാണാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ തേടണം. നമ്മുടെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമിയെ എപ്പോൾ നമ്മൾ അന്വേഷിക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളും മാറിപ്പോകും. എല്ലാ
ആഗ്രഹങ്ങളും ഇല്ലാതെ പോകും. ഏതൊരു വ്യക്തി ആഗ്രഹങ്ങളൊന്നുമില്ലാതെ നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറയാതെ ഭഗവാനെ നീ മാത്രം മതി എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുന്നുവോ അവരുടെ കൺമുന്നിൽ കളിച്ച് ഉല്ലസിച്ച് ചിരിച്ചുകൊണ്ട് മുരുക ഭഗവാൻ അനുഗ്രഹം തരും എന്നാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും ഭക്തി എന്ന പേരിൽ അത് വേണം ഇത് വേണം എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അതല്ല ഭക്തി. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ മറന്ന് എന്ന് ഭഗവാനെ അന്വേഷിക്കുവാൻ തുടങ്ങുന്നുവോ അവിടെയാണ് നമ്മുടെ ഭക്തി പൂർണ്ണമാകുന്നത് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇനി അടുത്ത വരികൾ: വിധി മുനിവർ ദേവർ അരുണഗിരി നാഥർ വിമലചര ജ്യോതി പെരുമാൾക്കാൻ. വിധി, നമ്മുടെ വിധികളെല്ലാം എഴുതുന്നത് ആരാണ്? ബ്രഹ്മദേവൻ. മുനിവർകൾ എന്ന് പറയുമ്പോൾ ഋഷിമാർ, മഹർഷിമാർ. മാത്രമല്ല ദേവർകൾ, ദേവാദിദേവന്മാർ. കൂടാതെ അരുണഗിരിനാഥർ എന്നുള്ളത് നമ്മുടെ അരുണാചലേശ്വര ഭഗവാന്റെ പേരാണ്. അവർ എല്ലാവരും ഉണ്ടാകുമ്പോൾ എൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ വന്നത് എന്നാൽ എൻ്റെ ശ്വാസം പോലും എൻ്റെ മുരുക ഭഗവാനാണ്, എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ എല്ലാമാണ് എൻ്റെ മുരുക ഭഗവാൻ. ഞാൻ വിടുന്ന ഓരോ ശ്വാസത്തിലും മുരുക ഭഗവാനുണ്ട്. മുരുക എന്ന് മാത്രമേ എൻ്റെ നാവിൽ നിന്നും വരുന്നുള്ളൂ. അതുകൊണ്ടാണ് മുരുക ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് നിന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോൾ മുരുക എന്നുള്ള ആ ഒരു പരബ്രഹ്മത്തിൽ നമ്മുടെ മനസ്സ് അതിനെ തേടിപ്പോകുന്നുവോ, ആ ഒരു വാക്കിനെ തേടിപ്പോകുന്നുവോ അന്ന് മുതൽ മുരുക ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികൾക്ക് അനുഗ്രഹം നൽകിയത്. കാരണം തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ശ്വാസത്തിലും നിലവിലും കനവിലും എല്ലാം സാക്ഷാൽ മുരുക ഭഗവാനാണ്. അതുകൊണ്ടാണ് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികൾക്ക് അനുഗ്രഹം നൽകിയത്. ഇനി അടുത്ത വരികളിൽ പറയുന്നുണ്ട്: സനകി മണവാളൻ മുരുകൻ എന്ന വേദ സതമകിഴ്ക്കു മാർബ പെരുമാൾക്കാൻ. സനകി എന്ന് പറയുന്നത് ജാനകി ദേവി ആരാണ്? സീതാദേവിയുടെ മണവാളനായ രാമഭഗവാൻ ആരുടെ അവതാരമാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ മരുമകനെ, മഹാവിഷ്ണുവിൻ്റെ സഹോദരി പുത്രനാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാരുടെ മക്കളെ വളരെയധികം കൊഞ്ചിക്കാറുണ്ട്. അത് മാമന്മാരാണെങ്കിലും ശരി, ചെറിയമ്മമാരോ വലിയമ്മമാരോ ആരാണെങ്കിലും ശരി, നമ്മുടെ ചേച്ചിമാരുടെ മക്കൾ, നമ്മുടെ ഏട്ടന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ മക്കൾ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി കൊഞ്ചിക്കാറുണ്ട്. അത് എത്ര കുസൃതികളാണെങ്കിലും നമ്മൾ അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പാർവതീദേവിയുടെ പുത്രനായ മുരുക ഭഗവാനെ എങ്ങനെയെല്ലാം കൊഞ്ചി ലാളിക്കാൻ സാധിക്കുമോ അത്രയും ലാളനകൾ നിറഞ്ഞ, അത്രയും സ്നേഹത്തോടു കൂടിയുള്ള ഭഗവാനെയാണ് മുരുക ഭഗവാൻ. ആര് കൊഞ്ചിക്കുന്നത്? തൻ്റെ മരുമകനെ കൊഞ്ചിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ മാലോൻ തന്നെയാണ്. മാലോൻ ആരാണ്? നമ്മുടെ പെരുമാൾ സ്വാമി. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കെല്ലാം ലോണുണ്ടോ അവരെല്ലാവരും തന്നെ മാലോനെയും മൈലോനെയും വഴിപാട് ചെയ്യുക എന്ന്. ലോണുകൾ അടച്ചു തീർക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ പെരുമാൾ സ്വാമിയെയും മയിലോൻ മുരുക ഭഗവാനെയുമാണ്. അപ്പോൾ മയിലോനെ ആര് മടിയിലിരുത്തി കൊഞ്ചിക്കുന്നു? മാലോൻ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നുണ്ട്. വേദങ്ങൾ എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മരുമകനെ എന്നാണ് ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്ന വരികൾ: ശരണ ശിവകാമി ഇരണകുലകാരി തരു മുരുക നാമം പെരുമാൾക്കാൻ. ശരണ ശിവകാമി പാർവതീദേവി, അസുരകുലങ്ങളെയെ ഇല്ലാതാക്കിയ ദേവി പാർവതീദേവി ഒരു പൊന്നോമനിയെ ഈ ലോകത്തിന് തന്നനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് മുരുകൻ എന്ന നാമം ഇട്ടു. ആ കുഞ്ഞാണ് ഇപ്പോൾ കനകസഭയിൽ, നടരാജ തിരുസന്നിധിയായ കനകസഭയിൽ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പറഞ്ഞു. എത്ര നല്ല പോലെ വർണ്ണിക്കുന്നുണ്ട് അരുണഗിരിനാഥർ സ്വാമികൾ മുരുക ഭഗവാനെ. എങ്ങനെയെല്ലാം വർണ്ണിക്കുവാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം തന്നെ മുരുക ഭഗവാനെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. ആ രൂപം മനസ്സിൽ വന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഇനി അടുത്ത വരികൾ എന്താ പറയുന്നത് എന്ന് കാണാം. ഇനിതു വനമേവ് മമൃത കുരു മാതൊട് ഇയൽ പറവ കാതർ പെരുമാൾക്കാൻ. ഇനിതു വനമേവ് മമൃത കുര മാതൊടിയൽ പറവ് കാതർ പെരുമാൾക്കാൻ.
അതായത് മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ട നൈവേദ്യങ്ങളിൽ ഒന്നാണ് തിനൈ മാവ്. ഈ തിനൈ മാവുകളുടെ അല്ലെങ്കിൽ തിനയുടെ കാടുകളിൽ വസിക്കുന്ന വള്ളിദേവിയോട് എത്രമാത്രം കാതൽ എന്ന് പറഞ്ഞ പ്രണയം ഉണ്ടോ, എന്നും മാറാത്ത ആ പ്രണയത്തിൻ്റെ തീവ്രതയോടുകൂടി തന്നെ ആ കണ്ണുകളിൽ ആ പ്രണയം തിളങ്ങി നിൽക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ മുന്നിൽ സാക്ഷാൽ മുരുക ഭഗവാൻ ദീപജ്യോതിയായി വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളോട് പറയുകയാണ്. ഇനി അടുത്ത അവസാനത്തെ വരികളാണ്. ഇണയിലിപ തോകൈ മതിയിൻ മകളോട് മിയൽ പുലിയർ വാഴ്പെർ പെരുമാളെ. ഇവിടെ ഇണ ഇയൽബ് തോകൈ മതിയിൻ മകളോട്, അതായത് മതി എന്ന് പറയുമ്പോൾ അറിവിൻ്റെ മകളായ മയിലിനെ പോലെ ഭംഗിയുള്ള ദൈവാനയോടൊപ്പം മിയൽ പുലിയാർ വാഴ്പെർ പെരുമാളെ, അതായത് ചിദംബരത്തിന് ഇനി ഒരു പേരും കൂടിയുണ്ട്. ചിദംബരത്തിൽ പുലിപാദങ്ങളെ വെച്ച് ശിവഭഗവാന്റെ പാദങ്ങളാണ് എന്ന് കരുതി മഹർഷിമാർ വഴിപ്പെട്ട ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പുലിയാർ എന്നുള്ളൊരു പേരും കൂടിയുള്ളത്. പുലിയാർ എന്ന് പറയുന്ന ആ നാട്ടിൽ, അതായത് ചിദംബരത്തിൽ ആരെ പോലെയുള്ള മയിലിനെ പോലെ അഴകുള്ള ദേവസേനയോടൊപ്പം, അതുപോലെ തന്നെ തീരാതെ പ്രണയത്തിൽ നിൽക്കുന്ന വള്ളിയോടൊപ്പം എനിക്ക് അനുഗ്രഹം തരുന്ന മുരുക ഭഗവാനെ കാണൂ, ഇവിടെ എല്ലാവരും ഒന്ന് നോക്കൂ, ദീപത്തിൻ്റെ ആ ഒരു രൂപത്തിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ മുരുകേശനാണ്, മുരുക ഭഗവാനാണ് എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. അതായത് അതിൻ്റെ മുന്നിലത്തെ വരികൾ നമുക്ക് ഇനിതുവനമേവും അമൃതകുര മാതൊടിയൽ പരവു കാതർ പെരുമാൾക്കാൺ എന്ന് പറയുമ്പോൾ അതിൽ വള്ളിദേവിയെ പറഞ്ഞു. അവസാനത്തെ വരിയിൽ ഇണയിലിപ തോകൈ മതിയിൻ മകളോട് മിയൽ പുലിയർ വാഴ്പെർ പെരുമാളെ എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പറഞ്ഞു. എത്രമാത്രം ഭഗവാനെ വർണ്ണിക്കുവാൻ സാധിക്കുമോ അത്രയും മാത്രം വർണ്ണിച്ചുകൊണ്ടാണ് അരുണഗിരിനാഥർ സ്വാമികൾ കനകസഭയിൽ ചിദംബരത്തിൽ മുരുക ഭഗവാൻ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. പ്രണയത്തിൻ്റെ തീക്ഷ്ണതയുള്ള കണ്ണുകളോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഒരു കുഞ്ഞിനെ പോലെയും അല്ലെങ്കിൽ ഒരു ലാളിക്കുന്ന സമയത്ത് ഏത് മുഖഭാവത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്, അതെല്ലാം നമുക്ക് ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴെല്ലാം ഈ ഒരു തിരുപ്പുകൾ നമ്മൾ ചൊല്ലുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുരുക ഭഗവാൻ സ്വപ്ന ദർശനം തരണം അല്ലെങ്കിൽ ദീപദർശനം തരണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ദിവസവും രാവിലെ ഈ ഒരു തിരുപ്പുകൾ ജപിച്ചാൽ മതി. ഈ ഒരു തിരുപ്പുകൾ ജപിച്ചാൽ മുരുക ഭഗവാൻ നമുക്ക് ദർശനം തരുമെന്ന് പറഞ്ഞു. മുരുക ഭഗവാൻ ദർശനം തന്നു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറിക്കിട്ടും. നമ്മൾ മക്കളാണ്, നമ്മുടെ അച്ഛനാണ് മുരുക ഭഗവാൻ. ഒരു മക്കൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം മുരുക ഭഗവാന് അറിയും. അതുകൊണ്ട് തന്നെ ഏതു കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടി എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുരുക ഭഗവാനെ അറിയണം. മുരുക ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടാകണം. എത്ര തന്നെ പരീക്ഷണങ്ങൾ എനിക്ക് വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി എനിക്ക് മുരുക ഭഗവാൻ തന്നനുഗ്രഹിക്കണം എന്ന് ആ ഒരു ചിന്തയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ്. ഈ തിരുപ്പുകൾ നിങ്ങൾക്ക് ആദ്യം ചൊല്ലുമ്പോൾ കുറച്ച് കഠിനമായി തന്നെ തോന്നുമെങ്കിലും നിങ്ങൾ നിത്യവും ജപിച്ചു നോക്കുക. ഞാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചൊല്ലാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ ചിദംബരം തിരുപ്പുകൾ നമ്മൾ വരികളോടുകൂടി കാണാം. ചിദംബരം കനകസഭை மேவுமெனது குருநாத கருணை முருகேச பெருமாள்கான் கனக நிற வேதம் அபயமிடமோது கரகமல ஜோதி பெருமாள்கான் வினவு மடியாரை மருவி വിളയാട് വിരകുരസ മോഹ പെരുമാൾക്കാൺ. ഇതിൻ്റെ അർത്ഥമെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്, എങ്കിലും പെട്ടെന്ന് ഓടിച്ചൊന്നുകൂടി പറയാം. കനകസഭை மேவுமெனது குருநாத கருணை முருகேச பெருமாள்கான். ചിദംബരത്തിലെ കനകസഭയുടെ മുകളിൽ എൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നിൽക്കുന്നുണ്ട്. കനകനിറ വേദമഭയമിട മോതു കരകമല ജ്യോതി പെരുമാൾക്കാൺ. നമ്മൾ കണ്ടു ബ്രഹ്മദേവനെ ആ ചെറിയ കുഞ്ഞു കൈ കൊണ്ട് തലയിലൊന്ന് ചൊട്ടു കൊടുത്തപ്പോൾ സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്ന ആ കരങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനവ് മടിയാറെ മരുവി വിളയാട് വിരകുരസ മോഹ പെരുമാൾക്കാൺ. അതായത് സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ആരെല്ലാം മുരുക ഭഗവാനെ അന്വേഷിക്കുന്നുവോ അവരുടെ മുന്നിലെല്ലാം മുരുക ഭഗവാൻ വന്നു നിൽക്കും. അല്ലാതെ അരുണഗിരിനാഥർ സ്വാമികളുടെ മുന്നിൽ മാത്രമല്ല എന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ്. അതായത് അരുണഗിരിനാഥർ സ്വാമി ഭഗവാൻ നമ്മളോട് പറയുകയാണ്. വിധി മുനിവർ ദേവ മരുണഗിരിനാഥർ വിമല ചര ജ്യോതി പെരുമാൾക്കാൺ.
വിധി ബ്രഹ്മദേവനും ഋഷിമാരും മഹർഷിമാരും ദേവാദിദേവന്മാരും സാക്ഷാൽ ശിവഭഗവാനും എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ കൺമുന്നിൽ ഭഗവാൻ വന്നു നിൽക്കുന്നു. മാത്രമല്ല ജനകി മണവാളൻ മറുകനെന വേദ സതമകിഴ്കുമാര പെരുമാൾക്കാൺ. ജനകി മണവാളൻ സാക്ഷാൽ മഹാവിഷ്ണു. ഇതിൻ്റെ കഥകളെല്ലാം ഒരുപാട് ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു ലാളിച്ചു വളർത്തുന്ന മുരുക ഭഗവാൻ ഒരു കുഞ്ഞിൻ്റെ രൂപേണ അരുണഗിരിനാഥർ സ്വാമിക്ക് മുന്നിൽ അനുഗ്രഹം കൊടുത്ത് നൃത്തമാടിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ശരണ ശിവകാമി ഇരണ കുലകാരി തരു മുരുകനാമം പെരുമാൾകാൻ. പാർവതീദേവി പെറ്റെടുത്ത സാക്ഷാൽ മുരുകൻ എന്നു പേരുള്ള ഭഗവാൻ എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നുണ്ട്. അടുത്തത് ഇനിതു വനമേവ് അമൃതകുറ മാതൊടിയൽ പറവ് കാതർ പെരുമാൾക്കാൺ. വള്ളിദേവിയോട് തിനക്കാടുകളിൽ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണോ ഭഗവാൻ ജീവിക്കുന്നത്, ആ സ്നേഹത്തോടു കൂടിയും ആ പ്രണയത്തോടു കൂടിയും ആ പുഞ്ചിരിയോടുകൂടിയും എൻ്റെ മുന്നിൽ സാക്ഷാൽ മുരുക ഭഗവാൻ നിൽക്കുന്നുണ്ട്. ഇന ഇയൽപ തോകൈ മതിയിൻ മകളോട് മിയൽ പുലിയൂർ വാഴ്പേർ പെരുമാളെ. മയിലിനെ പോലെ ഭംഗിയുള്ളവളും ബുദ്ധിശാലിയുമായ ദൈവാനിയോടും വള്ളിദേവിയോടും കൂടി പുലിയൂർ വാഴുന്ന എൻ്റെ പെരുമാളെ എൻ്റെ മുന്നിൽ അനുഗ്രഹം തന്നു നിൽക്കുന്നുണ്ടല്ലോ. എല്ലാവരും വന്നൊന്ന് നോക്കൂ, ചിദംബരത്തിൽ മുരുക ഭഗവാൻ ദർശനം തരുന്ന ആ ഒരു കാഴ്ച എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ ഉറക്കെ അവിടെ നിൽക്കുന്ന ലക്ഷാതിലക്ഷം ജനങ്ങളോട് പറയുന്ന ആ ഒരു വർണ്ണനയാണ് നമുക്ക് ഈ തിരുപ്പുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വരികൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ, അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നതായിരിക്കും. അത്രയും ഭംഗിയോടുകൂടിയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ഈ ഒരു തിരുപ്പുകൾ നമുക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു തിരുപ്പുകളാണ് ഞാൻ നിത്യവും രാവിലെ സമയം കിട്ടുമ്പോൾ ചൊല്ലുവാനായിട്ട് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ 2 ദിവസം ഒന്നുകിൽ മറന്നു പോകും, അല്ലെങ്കിൽ വരികൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകും. പക്ഷേ ഉപേക്ഷിക്കാതെ നിങ്ങൾ നിത്യവും ഇത് ചൊല്ലി നോക്കുക. ഉറപ്പായും ഏത് രൂപേണയും മുരുക ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും. അത് നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ മുരുക ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. എപ്പോഴും ഞാൻ പറയും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് വந்த வினையும் வருகின்ற வல்வினையும் கந்தன் என நாமம் கூறுகையில் கலங்கி ஓடிடுமே என் செந்தூர் நகர சேவகன் என்று திருநீர் அணிபவனுக்கு യാതുമേ വരാത് കുறை എന്നുള്ള ആ ഒരു മന്ത്രം പറയുവാനായിട്ട് ഞാനതിന് നേരത്തെ ഒരു പ്രാവശ്യം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു പ്രശ്നങ്ങളും, വന്ന പ്രശ്നങ്ങളും ഇനി വരുവാൻ പോകുന്ന പ്രശ്നങ്ങളും സെന്തൂർ നഗര സേവകനായ മുരുക എന്നുള്ള തിരുനാമം വിളിച്ചുകൊണ്ട് തിരുനീരണിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നങ്ങളും വരില്ല. ഈ പ്രശ്നങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത്, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു മനക്കരുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവാധീനം തന്നെയാണ് വേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാർ ആരാ ഉള്ളത്? എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഉള്ളവർക്ക് ഉള്ളതുപോലുള്ള പ്രശ്നങ്ങൾ, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതുപോലുള്ള പ്രശ്നങ്ങൾ. അതെല്ലാം നമ്മൾ വിട്ടുകളയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഈ ഒരു ജന്മമെടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു. ആ ഒരു ജന്മം എന്ന് പറയുന്നത് പുണ്യജന്മമാക്കുവാൻ വേണ്ടി മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. നമ്മളെ ആരെല്ലാമോ വേദനിപ്പിക്കുന്നു അതെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. നമ്മൾ ആർക്കും തിരിച്ചടി കൊടുക്കുവാൻ പോകേണ്ട. കാരണം നമ്മളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ലല്ലോ, നമ്മുടെ സ്കന്ദനല്ലേ. നമ്മുടെ സ്വന്തക്കടവുളായ കന്തക്കടവുൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ഏത് പ്രശ്നമാണ് വരുവാൻ പോകുന്നത്? ഇനി സാമ്പത്തിക പ്രശ്നമാണോ? ഈ ഒരു തിരുപ്പുകൾ ചൊല്ലൂ. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ? ഈ ഒരു തിരുപ്പുകൾ ചൊല്ലൂ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും മാനസികപരമായ പ്രശ്നങ്ങളുണ്ടോ? ഈ തിരുപ്പുകൾ മാത്രം ചൊല്ലൂ. വേറെ ഏത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു തിരുപ്പുകൾ ചൊല്ലിയാൽ മതി. ഇനി അഥവാ നമുക്ക് ഈ തിരുപ്പുകളൊന്നും അറിയില്ല മാഡം, എനിക്ക് ആദ്യത്തെ മുത്തൈത്തരു എന്നുള്ള തിരുപ്പുകൾ മാത്രമേ അറിയുകയുള്ളൂ, അത് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തതായതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് പഠിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല, ആ തിരുപ്പുകൾ ചൊല്ലിയാലും മതി. അത് ചൊല്ലിയാലും നമുക്ക് മുരുക ഭഗവാൻ അനുഗ്രഹം തരും. തിരുപ്പുകളിൽ ഏത് പറയണം എന്ത് പറയണം എന്നല്ല, തിരുപ്പുകൾ എന്ന് നിങ്ങൾ എപ്പോൾ പറയുന്നവോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ കൂടെ മുരുക ഭഗവാൻ ഉണ്ടാകും. ഇനി അഥവാ നമുക്കതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഉരുവായി അറിവായാണ് ഞങ്ങൾ എപ്പോഴും ചൊല്ലുന്നത് മാഡം എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല, അത് പറയൂ. ഇനി അതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് സമയമില്ല തിരുപ്പുകൾ ചൊല്ലാനോ വേൽമാറൽ ചൊല്ലാനോ വേൽ വകുപ്പ് ചൊല്ലാനോ സ്കന്ദഗുരു കവചം പാരായണം ചെയ്യാനോ ശസ്ത്രബന്ധം ചൊല്ലാനോ ഒന്നിനും സമയമില്ല, വേണ്ട.
മുരുക എന്ന് വിളിക്കൂ. മുരുക എന്ന് വെറുതെ വിളിച്ചു നോക്കൂ, മുന്നിൽ വന്ന് നിൽക്കും. മുരുകൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മുരുകൻ എന്ന് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എല്ലാ സമയങ്ങളിലും സദാസമയം മുരുക 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 മുരുക, യാതൊരു തടസ്സവും വേണ്ട. തിരുപ്പുകഴ് ചൊല്ലണമെങ്കിൽ പോലും നമുക്ക് കുളിച്ച് പൂജാമുറിയിൽ കയറി ഇരുന്ന് ചൊല്ലണം. വളരെ ഉത്തമം തിരുപ്പുകഴ് ചൊല്ലിയാൽ. പക്ഷേ സാധിക്കാത്തവരുണ്ടെങ്കിൽ വേദനകൾ കൊണ്ട് മനസ്സ് തിങ്ങി നിൽക്കുകയാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം വെറുത്തുപോയി, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് മടുത്തുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ മുരുക 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 വിളിച്ചു നോക്കൂ, വന്നു നിൽക്കും. അനുഭവം കൊണ്ട് പറയുകയാണ്, അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. മുരുകനെ വിളിച്ചാൽ മുരുകൻ വിളിപ്പുറത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഇറങ്ങി അന്വേഷിച്ചാൽ മാത്രമേ, നമ്മൾ ഒരു മുത്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് പോയതും ആ ഒരു മുത്തെടുക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ഒരുപാട് പ്രോസസ്സിംഗ് എല്ലാം ഉണ്ട്. ആ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ മുരുകൻ എന്നുള്ള മുത്ത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു മുത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ മുരുകനുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തെവിടെയും തിരയേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്, മുരുക ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് എനിക്ക് അറിയാൻ സാധിക്കില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു തിരുപ്പുകഴ് ജപിച്ച് നോക്കുക, എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ മുത്തേത്തൊരു ഒരു പ്രാവശ്യം കൂടി പറയാം. നിങ്ങൾക്കത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നതാണെങ്കിലും കൂടി ഇത് മുത്തേത്തൊരു പറഞ്ഞപ്പോൾ, മുരുക ഭഗവാൻ എടുത്തു കൊടുത്ത് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്ന് പറയാൻ തോന്നുന്നു. അത് ഞാനൊന്നും കൂടി പറയാം, കേട്ട് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ വരികൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അതിൻ്റെ വരികൾ പറയാം. ഇപ്പോൾ മുത്തേത്തൊരു ഞാൻ പറയാം. മുത്തൈത്തൊരു പത്തി തിരുനകയത്തിക്കിര ശക്തി ചരവണ മുത്തിക്കൊരു വിത്തുക്കുരു പറയനവോതും മുർക്കട്പരമർക്കു ചുരുതിയിൽ മുற்பട്ടതു കർപ്പിത്തിരുവരു മുപ്പത്തമു വക്കത്തമരരും അടിപേന പത്തുത്തலை തത്തൈക്കളി തൊടും ഒற்றைക്കിരി மற்றை பொழுதோடு பட்டப்பகல் வட்டத்திகிரியில் இரவாக பத்தற்கிற தத்தை கடவிய பச்சை புயல் மெச்சை தகபொருள் பட்சத்தோடு ரெச்சித்தருள்வதும் ஒரு நாளே தித்தித்தைய ஒத்தை பரிபுற நிறுத்த பதம் வைத்து பைரவி திக்கட்டி கடிக்க கழுகட கழுதாட തിക്കുപ്പരി അട്ടപ്പൈരവർ തൊക്കു തൊകു ചിത്രപ്പരി ഉരിക്കു ത്രികടകയന ബോധ കൊത്തുപ്പറി കൊട്ടക്കളമിസി കുക്കുക്കുകുക്കുക്കുകുകുകുകുകുകു കുത്തിപ്പുകை പുക്ക് പിടിയന മുതുകൂകൈ കൊട്പുട്രേഴപ്പുട്രവണറി വെട്ടിപ്പലിയിട്ട് കുലഗിരി കുത്തുപ്പട ഒത്തുപ്പൊരവല പെരുമാളേ. ഈ ഒരു തിരുപ്പുകഴാണ് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികൾക്ക് താൻ എഴുതിക്കൊടുത്ത് ചൊല്ലിപ്പിച്ച തിരുപ്പുകഴ് എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് സംഗീതം അറിയില്ല, രാഗം പല്ലവി ഒന്നും നോക്കുന്നവരാണെങ്കിൽ ഈ അവസാന ഭാഗം ഒന്ന് കട്ട് ചെയ്തോളൂ. കാരണം പാടാനൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഭഗവാനെ നോക്കി ചൊല്ലുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമായില്ലെങ്കിൽ ആ കഥകൾ മാത്രം ഒന്ന് കേട്ട് അവസാന ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 2 തിരുപ്പുകഴിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഒന്ന് ചിദംബരം തിരുപ്പുകഴും ഒന്ന് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്ത തിരുപ്പുകഴും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഒരുമിച്ച് പറയാം: വെട്രിവേൽ മുരുകருக்கு ഹരോഹര, വീരവേൽ മുരുകருக்கு ഹരോഹര, ബാലദണ്ഡായുധപാണി സ്വാമിക്ക് ഹരഹരോ ഹരഹര.